எங்களை அதிகமாக நேசிக்கிற எங்கள் நல்ல பிதாவே, தருமையான நல்ல சந்தோஷமான நேரத்தினாய் தெய்வத்தை ஸ்துதிക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരു പ്രാവശ്യയുടെ മേജി ഹോസ്പിറ്റൽ വൈസ് മൂലമായി നിരത്തി കുഞ്ഞുങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും ദൈവം ഞങ്ങൾക്കൊരു ഭാഗ്യം ഒരുക്കി തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്നെ കഴിയാത്തത് ഈ ലോകത്തിലൊന്നുമില്ല. ഞങ്ങൾക്കെല്ലാത്തിനും നീയാണ്. ലോകം മുഴുവനും മക്കൾ കർത്താവെ നശിച്ച് തകർന്ന് തരിപ്പണമായി സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ കർത്താവെ വേദനിച്ച് തുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ, ഞങ്ങൾ കൊടുക്കുന്ന ആശ്വാസ വാക്കിനായി നിന്റെ കരുണയുള്ള കരം ഞങ്ങളെ കൂടെ താങ്ങി നടത്താനായി സ്തോത്രം. കർത്താവെ, വയനാട്ടിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മക്കൾ കർത്താവെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഭവനങ്ങൾ, തന്റെ പ്രോപ്പർട്ടികൾ, സ്വത്തുകൾ, നിലങ്ങൾ, കർത്താവെ ജീവൻ എല്ലാം നഷ്ടപ്പെട്ട് ഭവനങ്ങൾ തകർന്ന് ജീവനങ്ങൾ തകർന്ന് എല്ലാം തരിപ്പണമായി കർത്താവെ അടുത്ത മിനിറ്റ് എന്ത് സംഭവിക്കുന്നറിയാതെ എല്ലാവരും ജീവൻ തന്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയം വെച്ച കർത്താവെ നമുക്ക് സ്തോത്രം. ദൈവമേ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദൈവ സമാധാനത്തോട് ദൈവ സ്നേഹത്തോട് എല്ലാവരും തന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് കൃപ തരണമേ. മുല്ലപ്പെരിയാർ ഡാമും കർത്താവ് ഏത് സമയത്ത് എന്താണെന്ന് അറിയത്തില്ല, ഇടുക്കി ഡാം എന്താണെന്ന് അറിയത്തില്ല. എല്ലാവരും പേടിച്ചു വിറച്ച് കേരളം മുഴുവനും കർത്താവെ എന്ത് സംഭവിക്കുന്ന അറിയാതിരിക്കുന്ന വെച്ചാൽ തമിഴ്നാടിന്റെ പ്രദേശത്തിലും അനേക ഇടങ്ങളിൽ അതേപോലെ മഴയും വെള്ളവും വന്ന് അനേകരുടെ ഭവനങ്ങൾ, സ്വത്തുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, ജീവനുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മാക്കൾ തകർന്നുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ദേശത്ത് സമാധാനമില്ല, സന്തോഷമില്ല. കർത്താവെ സ്തോത്രം. ഭയങ്കര മാരകமான സംഭവങ്ങൾ, കൊടിയ രോഗങ്ങളെല്ലാം വന്ന്, കൊടിയ മരണങ്ങൾ വന്ന് എന്ത് സംഭവിക്കുന്ന അറിയാതെ കർത്താവെ മക്കൾ കതറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിന്റെ ആശ്വാസ വാക്കുകൾ ഞങ്ങൾക്കൊരു നല്ല സന്തോഷമായി സമാധാനമായി കാണുവാൻ ദൈവം സഹായിക്കണമെന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് കേട്ടതിനായി സ്തോത്രം. കർത്താവ് ഇന്ന് എന്നോട് MG ഹോസ്പിറ്റൽ വൈസ് മൂലം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ആശ്വാസത്തിന് ഇറക്കൂടെ ഇരിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് വടിനെയും ബലപ്പെടുത്തിക്കാട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പുനർനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നത് എല്ലാവരെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ വാഴ്ത്തുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇന്ന് ഈ വർഷം തുടങ്ങി ഏതാണ്ട് 215 ദിവസത്തിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ്. ഈ ജനുവരി മാസം 1 തൊട്ട് ഇന്ന് വരയ്ക്കും 215 ദിവസം. ഇന്നലെ വാഗ്ദത്തം ഞാൻ കൊടുത്തിട്ട് കണക്ക് ചെറിയ തെറ്റുണ്ട്, തിരുത്തണം, ക്ഷമിക്കണം. 215 ദിവസങ്ങൾ ദൈവം നമ്മളെ 15ാമത്തെ ദിവസം കാണുവാൻ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. 214 ദിവസവും ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ചു. നമ്മുടെ ഈ പ്രാർത്ഥന ആരംഭിച്ചിട്ട് 1189 ദിവസങ്ങളായി. ഇത്രത്തോളം ദൈവ ഈ പ്രാർത്ഥന തടസ്സമില്ലാതെ കൊണ്ടുവരാനും കർത്താവ് നമ്മളെ സഹായിച്ചു. ഒരു വാക്യം വായിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. 1 തെസ്സലോനിക്കർ പുസ്തകം 5-ാം അധ്യായത്തിന്റെ ദൈവത്തിന് സ്തോത്രം 23-24 വാക്യം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 23-24 വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിത്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വമെടുക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഇനി നമുക്ക് സ്വത്തുകൾ ചേർക്കാനോ പ്രോപ്പർട്ടി ചേർക്കാനോ നമുക്കിനി വലിയ വലിയ കാര്യങ്ങളൊന്നും സാധിക്കാനുള്ള കാലങ്ങൾ, സമയങ്ങൾ നമുക്കില്ല. ഈ ലോകം മുഴുവനും ചുറ്റി നടക്കുന്ന സംഭവങ്ങൾ എന്തുവാ നമ്മളെ കൂവി അറിയിക്കുന്നത്? നിങ്ങൾ ഒരുങ്ങിക്കോ, മണവാളന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, നിങ്ങൾ റെഡിയായിക്കോ, എല്ലാവരും എഴുന്നേൽക്കുക, വിളക്കിൽ എണ്ണയുണ്ടോ നോക്കുക, ഒരുങ്ങിക്കോ, മണവാളൻ വരുന്നെന്നുള്ള ഈ ശബ്ദമാണ് ഈ ലോകം മുഴുവനും ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഇത്രയും കേട്ടും കണ്ടും അറിഞ്ഞും നമ്മൾ ഉണരാതിരിക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ നമ്മളെ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ആപത്താണ്, ഒത്തിരി അനർത്ഥമാണ്. കണ്ടോ നമ്മൾ വയനാട്ടിൽ രാത്രി 2 മണിക്ക് എല്ലാവരും കിടന്ന് നന്നായിട്ട് ആഹാരം കഴിച്ച് സന്തോഷത്തോട് കിടന്ന് നാളത്തേനുള്ള ഭയങ്കര പ്ലാനിങ് എല്ലാം ഇട്ട് നാളെ അത് ചെയ്യണം, നാളെ അങ്ങോട്ട് പോകണം, നാളേക്ക് ഇത് മേടിക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം, എന്തുമാത്രം പ്ലാനിങ് എല്ലാം ചെയ്തുകൊണ്ടായിരിക്കും രാത്രി അവർ കിടന്നത്. പക്ഷേ ഇന്നൊരു രാവിലെ കാണാൻ പറ്റിയില്ലല്ലോ. ഒന്നുമില്ല. ശവം കിട്ടുന്നുണ്ടോ? സ്വത്തുണ്ടോ? ഇപ്പൊ അടക്കം ചെയ്യാനുള്ള സ്ഥലമുണ്ടോ? ഒന്നുമില്ലല്ലോ. കിടക്കാടം പോയി, സ്വത്ത് പോയി, ജീവൻ പോയി, കുടുംബങ്ങൾ പോയി, സഹോദരങ്ങൾ പോയി, ഇവിടുന്ന് എല്ലാം പെറുക്കിക്കൊണ്ട് വരികയല്ലേ. കർത്താവിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഭയങ്കരമാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിലും ഇന്നേക്ക് കേരളമല്ല, ലോകം മുഴുവനും നടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് എന്ത് സംഭവിക്കും? രാത്രിയിലാണോ, പകലാണോ, നമ്മൾ ഉറങ്ങുമ്പോഴാണോ, ജോലിയിലിരിക്കുമ്പോൾ നമുക്കതൊന്നും അറിയത്തില്ല. അപ്പോൾ ഏത് സമയത്ത് എന്ത് സംഭവിച്ചാലും നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരുക്കമുള്ളതായി കാണണം. അതാണ് ഇവിടെ പറയുന്നത്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ ദൈവത്തിനെയും കൊണ്ട് മാത്രമേ എന്നെ നിങ്ങളെ ശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പാടുന്ന പാട്ടുകൊണ്ടോ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ കുളിക്കുന്ന കുളി കൊണ്ടോ സോപ്പ് കൊണ്ടോ ഒന്നും
നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ആ ദൈവത്തിന് വെച്ചിരിക്കുന്ന ഒരു നല്ല ഓമന പേര് കണ്ടോ, സമാധാനത്തിൻ്റെ ദൈവം. ഇന്ന് എവിടെ സമാധാനം? ഇന്ന് ലോകം മുഴുവനും നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ആർക്കാ സമാധാനം? കോടിക്കണക്കിന് പണം കാണും, വലിയ വലിയ എസ്റ്റേറ്റ് കാണും, ബംഗ്ലാ കാണും, കാറ് കാണും, എല്ലാവരും അമേരിക്കൻ സിറ്റിസൺ ആയിരിക്കും, എല്ലാം കാണും. പക്ഷേ സമാധാനം ആർക്കുമില്ല. മനുഷ്യനുക്ക് സമാധാനം ഇല്ല. ആർക്ക് സമാധാനം? നമ്മുടെ ദൈവത്തിൻ്റെ പേര് സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിത്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിശ്ചയമായിട്ടും ദൈവം നമ്മളെ കാക്കുന്ന ഒരു ദൈവമാണ്, നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്, സൂക്ഷിക്കുന്ന ദൈവമാണ്, നമ്മളെ നടത്തുന്നൊരു ദൈവമാണ്. ആ ദൈവം നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. അപ്പം എന്നെ വിളിച്ചു, നിങ്ങളെ വിളിച്ചു, ആ വിളിച്ചവൻ അനന്യനല്ല, വിശ്വസ്തനാണ്, കൈവിടുന്നവനല്ല, കൈവിടാത്തവനാണ്, മറക്കുന്നവനല്ല, മറക്കാത്തവനാണ്. ആ ദൈവം അന്ത്യത്തോളം നടത്തുന്ന ദൈവമാണ്. അന്ത്യത്തോളം നമ്മുടെ ആത്മാവിന് കറയില്ലാതെ കേടില്ലാതെ അത് സൂക്ഷിച്ച് അത് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോയി നിർത്തുവാനുള്ള യോഗ്യത നമ്മുടെ ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, അഭിഷേകത്തെ പുതുപ്പിക്കണം. കുറ്റങ്ങൾ, കുറകൾ, കുശുമ്പുകൾ, കുന്നായ്മകൾ, പാപങ്ങൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇരിക്കരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന് പ്രിയമില്ലാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സമ്മതിക്കരുത്. കർത്താവിനോട് അടുത്ത് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ അടങ്ങിയിരുന്ന് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് ആത്മാവിലും സത്യത്തിലും വിടുതലിൻ്റെ ഒരു ആരാധന നമ്മുടെ ജീവിതത്തിലുണ്ട്. വിളക്കെരിഞ്ഞാന്ന് ഇരിക്കുന്നത് മണവാളൻ ഏത് സമയത്ത് വരും എപ്പോഴും നമുക്ക് അറിയത്തില്ലല്ലോ. അതുപോലെ തന്നെ ഒരുങ്ങിയിരിക്കുവാൻ ദൈവം നമ്മളെ നടത്തിട്ട് നമുക്ക് ആ കൃപയും ദൈവം നമുക്ക് തരട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദൈവമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി നിന്റെ കുഞ്ഞോടി ആലോചന കൊടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഒരു സന്ദർഭം ഞങ്ങൾക്ക് തന്നല്ലോ. ഈ 8-ാം മാസത്തിന് 2-ാമത്തെ തീയതിയിൽ ഈ രാവിലെ സമയത്തിൻ്റെ പാദത്തിൽ എഴുന്നേറ്റിരുന്ന് കർത്താവ് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കൊരു പ്രഭാതം നീ തന്നതിനായി സ്തോത്രം. അനേകർക്ക് ഈ പ്രഭാതം ലഭിക്കുന്നില്ല, ഞങ്ങൾക്ക് തന്നല്ലോ, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇത്രത്തോളം നടത്തിയല്ലോ, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം പരിപാലിച്ചല്ലോ, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനാ ടീമിൽ ആരെങ്കിലും കർത്താവെ ഈ ജലത്തിൻ മൂലമായി ആ നാശത്തിൻ മൂലമായി നശിച്ച് കർത്താവെ തകർന്നവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുഃഖത്തിൽ ഇരിക്കുന്നവർക്കെല്ലാം ആശ്വാസം കൊടുക്കണം. അത് മാത്രമല്ല കർത്താവ് ഇടുക്കിയിലെ ആ മരണത്തിൻ മൂലമായി, ആ ഭൂകമ്പം മൂലമായി ആരെല്ലാം കണ്ണുനീര് കുടിക്കുന്നു അവർക്കെല്ലാം നീ ആശ്വാസം കൊടുക്കണമേ. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം വന്ന് കർത്താവ് ഇരുളുകൾ പൊട്ടി അനേക ഭവനങ്ങൾ, മക്കൾ, കർത്താവ് പ്രോപ്പർട്ടികൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം നീ ആശ്വാസം കൊടുക്കണം. അനേകർ കർത്താവെ ഭവനം കഴിഞ്ഞ് എല്ലാം ഒന്നുമില്ലാതെ അവിടെ ഇവിടെ എല്ലാം കർത്താവെ കിടക്കുകയാണ്. കൂട്ടമായി ജാതി വ്യത്യാസമില്ലാതെ കർത്താവെ പണക്കാരൻ പഠിച്ചവൻ പഠിക്കാത്തവൻ വ്യത്യാസമില്ലാതെ എല്ലാം ഒന്നിച്ച് ഇടങ്ങളിൽ കിടക്കുന്ന കർത്താവ് അവർക്ക് ആഹാരമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ലാത്ത രീതിയിൽ അവർ കഷ്ടപ്പെടുന്നു. അതുപോലുള്ള വേദനിക്കുന്ന സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങൾക്കെല്ലാം ആശ്വാസം കൊടുക്കണം. അവിടെയും ദൈവത്തിൻ്റെ കരം വെളിപ്പെടണം, അവിടെയും ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കരവും നീട്ടണം. അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെടണമെന്ന് കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് ചെയ്യുവാൻ ശക്തനായിരിക്കാതെ സ്തോത്രം. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് ആമേൻ നിവർത്തിക്കും. ദൈവമേ, നീ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവൻ. നീ കൈവിടുന്ന ദൈവമല്ല, മറക്കുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ഞങ്ങളെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഞങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ ശക്തനായിരിക്കുന്നത് കൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കുന്നത് കൊണ്ട്, ഞങ്ങളെ നീ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് നിന്റെ പാദത്തിൽ ഞങ്ങൾ കടന്നു ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കരുത്. ലോകമെമ്പാടും ഇരുന്ന് ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ കേരളത്തിൽ, ഇന്ത്യക്ക് വെളിയിലുമായി ഇരുന്ന് എവിടെല്ലാം നീ പ്രാർത്ഥന ശ്രമിക്കുന്നു അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ആശ്വസിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കും. രക്തത്താൽ കഴുകണം, ശുദ്ധീകരിക്കണം. കണ്ണുനീരോടിരിക്കുന്നവർ, വേദനയോടിരിക്കുന്നവർ, എല്ലാം നഷ്ടപ്പെട്ടു പോയി കർത്താവെ ജീവിക്കാൻ വഴിയില്ലാതെ സകലവും തകർന്നു കിടക്കുന്നവർ, കർത്താവെ ജീവൻ നഷ്ടപ്പെട്ട്, സ്വത്തുകൾ നഷ്ടപ്പെട്ട്, പ്രോപ്പർട്ടികൾ നശിച്ച്, സ്വന്തം ബന്ധങ്ങൾ നശിച്ച്, കുഞ്ഞുങ്ങൾ തകർന്നു കിടക്കുന്ന എത്രയോ പേരുണ്ട്. പച്ച അവർക്കെല്ലാം നീ ആശ്വാസത്തിന് ദായകനായി ഇരുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് ഒരുത്തർക്കും ഒരു കേടില്ലാമേ നീ കാക്കണമേ, സൂക്ഷിക്കണമേ. ഇനിയുള്ള വിപത്തുകൾ വന്ന്, ആപത്തുകൾ വന്ന് നിന്റെ കുഞ്ഞുങ്ങൾ നശിക്കാൻ സമ്മതിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് മുന്നേ രക്ഷയിലേക്ക് കടന്നു വരുവാൻ, കഴുകൽ പ്രാപിക്കുവാൻ, കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ, നിത്യതയ്ക്ക് പാത്രരായി മാറുവാൻ, വിളി കേട്ട് കർത്താവ് ഇറങ്ങിത്തിരിക്കുവാൻ, ദൈവഹിത പ്രകാരം നിന്റെ ഇഷ്ടം ചെയ്യുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനെന്ന് പറഞ്ഞല്ലോ പച്ചാ. നിന്റെ വിളി കേൾക്കാത്ത കുഞ്ഞുങ്ങളെല്ലാം നിന്റെ വിളി കേട്ട് ഇറങ്ങി വരട്ടെ കർത്താവേ. അവനത് അവനത് നിവർത്തിക്കുമെന്ന് പറഞ്ഞല്ലോ പച്ചാ. ഈ ലോകത്തിൽ ഒരുത്തനെയും കൊണ്ട് നിവർത്തിക്കാൻ കഴിയാത്തത് ദൈവത്തിനോട് കഴിയും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് കണ്ണുനീരോട് നെടുവീർപ്പോടിരിക്കുന്ന, മുറിവേറ്റിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ആശ്വസിപ്പിച്ചാട്ട്. രോഗികളായി, ക്ഷീണിതരായി കർത്താവേ സ്തോത്രം, ഏതെല്ലാം വിധത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ വിഷമിക്കുന്നു, വേദനിക്കുന്നു, കണ്ണുനീർ കുടിക്കുന്നു,
വേദനിക്കുന്നു, പ്രയാസപ്പെടുന്നു, അവിടെ എല്ലാം ദൈവത്തിന്റെ വലിയ കരം, ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ മഹത്വം നീ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. നിന്റെ ശക്തി കുഞ്ഞുങ്ങളിൽ പകരുന്നതിനായി സ്തോത്രം. ഈ ലോകം തരുവാൻ കഴിയാത്തൊരു നിത്യ സമാധാനം, ദൈവമേ, സമാധാനത്തിന് ദൈവമെന്ന് പറഞ്ഞല്ലോ. നിന്നെ അല്ലാതെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ സമാധാനമില്ല. ഞങ്ങൾക്ക് സമാധാനം കൊടുക്കുവാൻ നീ അല്ലാതെ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ആരുമില്ല. നീ സമാധാനത്തിന്റെ ദൈവമാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വേദന ഒടിക്കുന്ന കുഞ്ഞുങ്ങൾ, ആരുടെ ആശ്രയമില്ലാതെ എന്ത് ചെയ്യുന്നറിയാതെ അന്ധരെ പോലെ ഭ്രാന്തരെ പോലെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം, ഒരു ആശ്വാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവരുടെ മുറിവുകൾ പൊറുക്കട്ട്, കണ്ണുനീര് മാറട്ട്, വേദനകൾ മാറട്ട്. ആശ്വാസത്തിന്റെ വലിയ കരം ഒന്ന് നീട്ടണമേ, അത്ഭുതം ഒന്ന് പ്രവർത്തിക്കണമേ. വിടുതലിന്റെ കരം ഒന്ന് ചലിക്കട്ടെ പച്ച. വിടുതലിന്റെ കരം ഒന്ന് ചലിക്കട്ടെ പച്ച. വിടുതലിന്റെ കരം ഒന്ന് ചലിക്കട്ടെ. അത്ഭുതം നീ പ്രവർത്തിക്കനായി സ്തോത്രം. അത്ഭുതം നീ പ്രവർത്തിക്കനായി സ്തോത്രം. വിടുതലിന്റെ കരം ഇപ്പൊ നീട്ടുന്നതിനായി സ്തോത്രം. എവിടെയും നിന്റെ കാവലതിനെ സൂക്ഷിപ്പിരിക്കണം കർത്താവേ. ദൈവമേ, ദേശങ്ങൾ നശിക്കുവാൻ, തകരുവാൻ, മക്കൾ നശിച്ച് നരകത്തിലേക്ക് പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും, ഭൂകമ്പങ്ങളും കർത്താവ്, എല്ലാ മഹാമാരികളും, എല്ലാ വരുവെള്ളവും, കർത്താവ് നാശങ്ങളെല്ലാം നിന്റെ വരവിനെ വിളിച്ച് ഞങ്ങൾക്ക് അറിയിക്കുകയാണ്. സഭയെ നീ എഴുന്നേൽക്കുക, സഭയെ നീ ഒരുങ്ങുക, പ്രത്യാശയോട് കാത്തിരിക്കുക. വിളക്കിൽ എണ്ണയുള്ള കുഞ്ഞുങ്ങളായി മണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ ഞങ്ങൾക്ക് നീ ആലോചന കൊടുക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, സ്തോത്രം, സ്തോത്രം. ഇതനുസരിക്കുവാനും ഇത് കർത്താവെ കേട്ട് കർത്താവെ മാനസാന്തരപ്പെട്ട് വരവിന് വേണ്ടി പ്രത്യാശയോട് ഒരുങ്ങുവാനുള്ള കൃപ ഓരോരുത്തർക്കും ദൈവം തരണമെന്ന് അപ്പച്ചന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, തള്ളിക്കളയരുതേ, മറക്കരുതേ. ആര് മറന്നാലും, ആര് ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവൻ, ആര് മറന്നാലും മറക്കാത്തവൻ, ആര് കൈവിട്ടാലും കൈവിടാത്ത ദൈവം. ദൈവം എന്നെ കൂടെ ഇരിക്കാനായി സ്തോത്രം. സമാധാനത്തിന്റെ ദൈവമായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് അത്ഭുതകരമായി, അതിശയകരമായി നടത്തണം, ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണമെന്ന് കർത്താവിന്റെ നാമത്തെ പ്രാർത്ഥിക്കണം. ഇന്ന് എന്നോട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും വ്യക്തിപരമായി കർത്താവ് സമാധാനത്തിലും സന്തോഷത്തിലും കടണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു, കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം കർത്താവ് സഹായിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ, കൃപ തന്നല്ലോ, ദയവ് തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് നീ ബലപ്പെടുത്തണം. തുടർന്ന് കർത്താവ് പ്രാർത്ഥിക്കാനുള്ള ശക്തിയും ബലനും കർത്താവ് നീ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. മറുപടി ഒരു പ്രാവശ്യം കൂടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹത്തിന്റെ ഉറവിടം, അനുഗ്രഹത്തിന്റെ കലവറ അവർക്കാകെ നീ തുറന്നു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥനയായി സ്തോത്രം. വിടുതലിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങൾ നീട്ടിരിക്കുന്ന സ്തോത്രം. തുടർന്ന് അത്ഭുതകരമായി അതിശയമായി നടത്തിക്കൊണ്ട് ചെല്ലണമെന്ന് അപേക്ഷിക്കുന്നു, താഴ്ത്തുന്നു. പ്രാർത്ഥനയായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമാകവേ ഈ വചനത്തെ വായിക്കുക, ഏറ്റെടുക്കുക, നമ്മളെ സമർപ്പിക്കുക, കർത്താവിന്റെ ഒരുങ്ങുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലസ് യു.